ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സീരീസിലെ യൂണിവേഴ്സ് 7-ലുള്ള ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ബിയറസിനെ കുറിച്ചാണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഡ്രാഗൺ ബോൾ സൂപ്പറിന്റെ തുടക്കത്തിലാണ് ഈ ഒരു ബീറൂസ് എന്ന ക്യാരക്ടർ കടന്നു വരുന്നത്. ഡ്രാഗൺ ബോൾ സീരീസ് തന്നെ എടുത്തു നോക്കിയാൽ അതിൽ 12 യൂണിവേഴ്സ് ആണ് ഉള്ളത്. അതിൽ നമ്മുടെ ഗോക്കുവിന്റെ എർത്ത് അടങ്ങിയിട്ടുള്ള 7ാമത്തെ യൂണിവേഴ്സിന്റെ ഗോഡാണ് നമ്മുടെ ബീറസ്. അതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിലും ഒരു ഡിസ്ട്രക്ഷൻ ഗോഡും സുപ്രീം കായും ഏഞ്ചലും ഉണ്ടാകുമെന്ന കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഗോഡ്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗോഡാണ് നമ്മുടെ ബീറസ്. അൻബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈജിപ്ഷ്യൻ മിത്തോളജിയിലുള്ള ഗോഡിനെ ഇൻസ്പയർ ചെയ്താണ് നമ്മുടെ അക്കിര ടോറിയാമ ഈ ഒരു ബീറസ് എന്ന ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഇവരുടെ ഗോഡ്സിന്റെ ഡ്രസ്സൊക്കെ എടുത്തു നോക്കിയാലും ഇതുപോലെ തന്നെ ആ ഒരു ഈജിപ്ഷ്യൻ ഗോഡിന് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളുമാണ് ഇതിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രാഗൺ ബോൾ സീരീസിലെ ക്യാരക്ടേഴ്സുകളുടെ നെയിംസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സെയ്യൻസിന്റെ പേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ വെജിറ്റബിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളാണ് അക്കിര ടോറിയാമ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഗോഡ്സിന്റെയും ഏഞ്ചൽസിന്റെയും പേര് ആൽക്കഹോളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. ഉദാഹരണത്തിന് ബിയർ, ബീറസ്, വിസ്കി, വിസ് തുടങ്ങി നമുക്ക് അങ്ങോട്ട് പറയാം. ഇനി അടുത്തത്, പുള്ളിക്കാരൻ ഒരു ഹീറോ ആണോ അതോ വില്ലനോ? യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബീറസ് ഒരു ഹീറോ ആണ്. യൂണിവേഴ്സിന് തന്നെ ഭീഷണിയായി എന്തെങ്കിലും ഒരു ആപത്തോ വല്ലതോ നടക്കുമ്പോൾ എന്തായാലും ബീറസ് അത് ഇടപെട്ട് പഴയതുപോലെ ആക്കും. അതുപോലെ തന്നെ ഗോക്കു എന്ന ക്യാരക്ടറിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടും എർത്തിലെ ഫുഡൊക്കെ അടിപൊളിയായത് കൊണ്ടാണ് എർത്ത് ഇപ്പോഴും ബാക്കിയായിട്ടുള്ളത്. എർത്ത് കൊണ്ട് എന്തെങ്കിലും യൂണിവേഴ്സിന് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ബീറസ് എന്തായാലും അത് ഡിസ്ട്രോയ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ മോറോ ആർക്കിൽ നമ്മുടെ മോറോ എർത്തുമായിട്ട് മിക്സ് ആകുന്നുണ്ട്. അങ്ങനെ അവസാനം മോറോ പൊട്ടിത്തെറിക്കുമെന്ന് മനസ്സിലാക്കി ഇത് പൊട്ടിത്തെറിച്ചാൽ യൂണിവേഴ്സ് തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ബീറസ് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ എർത്തോട് കൂടി ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബീറസ് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ബീറസ് എന്ന ക്യാരക്ടർ ഹീറോ ആണോ അതോ വില്ലൻ ആണോ എന്നൊക്കെ. അതുപോലെ തന്നെ ബീറസ് എന്ന ക്യാരക്ടർ എങ്ങനെ ഗോഡായി എന്നതിനെ കുറിച്ച് സീരീസിൽ എവിടെയും തന്നെ കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ ഇതിനെപ്പറ്റിയുള്ള പലതരത്തിലുള്ള ഫാൻ തിയറീസും ഇവിടെ പറയുന്നുണ്ട്. അത് ഫാൻ തിയറി ആയതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ യൂണിവേഴ്സ് 6-ലെ ഗോഡായിട്ടുള്ള ചാമ്പയുടെ ബ്രദർ ആണ് നമ്മുടെ ബീറസ്. ഇതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ഇത് സീരീസിൽ തന്നെ കാണിച്ചു തന്നിട്ടുമുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ഇടുന്നതും തന്റെ യൂണിവേഴ്സ് ആണ് മികച്ചത് എന്ന് കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഫണ്ണായിട്ടാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്രീസ നമ്മുടെ സെയ്യൻ പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്തത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്നാൽ ഇതിന്റെ പ്രധാന കാരണം ഫ്രീസ മാത്രമല്ല, ബീറസും ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഫ്രീസയ്ക്ക് ഓൾറെഡി ഈ സെയ്യൻസിന്റെ മുകളിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ആ ഒരു ലെജൻഡറി സൂപ്പർ സെയ്യൻ ഇവരുടെ ഇടയിലുണ്ടോ? അതുപോലെ തന്നെ എലി എങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് ഫ്രീസയ്ക്ക് ഭീഷണിയാണ് എന്ന കാര്യം നല്ലതുപോലെ അറിയാം. അതിനിടയിലാണ് നമ്മുടെ ബീറസ് ഫ്രീസയോട് പറഞ്ഞ് ആ ഒരു സെയ്യൻ പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യുന്നത്. ബീറസ് അങ്ങനെ വെറുതെ പറഞ്ഞതല്ല, അതിനും ഒരു കാരണമുണ്ട്. ഇതും നമുക്ക് ഡ്രാഗൺ ബോൾ സൂപ്പറിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. കിങ് വെജീറ്റയോട് ഈ ഒരു യൂണിവേഴ്സിൽ തന്നെ നല്ല ഒരു പില്ലോ ആവശ്യപ്പെടുകയും അതിനിടയിൽ കിങ് വെജീറ്റ ചെറിയൊരു ഉടായ്പ കാണിക്കുകയും അത് കൈയോടെ പിടിക്കുകയും ചെയ്തു. ഇതും ഒരു റീസൺ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബീറസിന് പ്രത്യേകിച്ച് അങ്ങനെ കാരണങ്ങളൊന്നും വേണ്ട ഒരു സാധനത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ. ഒരു പ്ലാനറ്റിൽ ആ ഒരു ഫുഡ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ പ്ലാനറ്റിന്റെ പകുതി തന്നെ ബീറസ് വാനിഷ് ചെയ്തിട്ടുണ്ട്. ബീറസിന് പ്ലാനറ്റ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യല് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ്. അതുപോലെ ബീറസിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള മോർട്ടൽസ്, അതായത് നമ്മുടെ ഗോകു, ബ്രോലി, ഗോഹാൻ തുടങ്ങിയ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു നോക്കിയാൽ പോകെ ഇവർ നല്ല രീതിയിൽ പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊരു പക്ഷേ ബീറസിനെ ബാധിക്കുകയോ എന്ന് പല രീതിയിൽ സംശയം ഉണ്ടാകും. എന്നാൽ ഇവിടെ പറയാനുള്ളത് ബീറസ് ഒരു ഗോഡാണ്. അതുപോലെ തന്നെ ഹക്കായിയുടെ മുന്നിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ബീറസിന് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജെനോ ആണ്. ജെനോയെ എത്രമാത്രം പേടിക്കുന്നുണ്ട് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് സീരീസിൽ പലയിടത്തും കാണിച്ചു തന്നിട്ടുണ്ട്. രണ്ടാമതുള്ള ആളാണ് ഗോക്കു. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെക്കുന്നത് നമ്മുടെ ഗോക്കു ആണ്. പക്ഷെ ഇതിന്റെ അവസാനം എല്ലാം അനുഭവിക്കുന്നത് നമ്മുടെ ബീറസും. അതുപോലെ തന്നെ നമ്മുടെ പുള്ളിക്കാരൻ അധികം ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാറൊന്നുമില്ല. നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം, ഇടയ്ക്കൊക്കെ പ്ലാനറ്റ്സ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ വിസ് ആണ്. ഇൻ കേസ് ബീറസ് ഔട്ട് ഓഫ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ വിസ്സിന് മാത്രമേ അത് തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ. വിസ് ആൻഡ് ബീറസ് രണ്ടുപേരും വേറെ ലെവലിലാണ് നമുക്ക് പലയിടത്തും സീരീസിൽ കാണിച്ചു തന്നിട്ടുള്ളത്. വിസ് ഇല്ലാതെ ബീറസ് ഇല്ല, ബീറസ് ഇല്ലാതെ വിസ് ഇല്ല, അങ്ങനെയാണ്. അതുപോലെ ലാസ്റ്റ് നമ്മുടെ ഗോഹാന്റെ മൂവിയിൽ ബ്രോലിയുടെ കൂടെയുള്ള ആ ഒരു ഫീമെയിൽ ക്യാരക്ടറിനോട് ചെറിയൊരു ക്രഷ് കാണിച്ചത് നമുക്ക് മൂവിയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ഫണ്ണായിട്ടാണോ അതോ സീരിയസ് ആയിട്ടാണോ എന്ന് അറിയില്ല. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. ഏകദേശം
ഏകദേശം ബിയറസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ പല ആൾക്കാരും ഇപ്പോഴും കരുതുന്നത് ബിയറസിന് അത്രയൊന്നും പവർ ഇല്ല എന്നാണ്. ഗോക്കുവും ബിയറസും തമ്മിലുള്ള ഫൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിൽ സത്യം പറഞ്ഞാൽ ബിയറസ് തന്റെ പവറിന്റെ 50% പോലും യൂസ് ചെയ്തിട്ടുണ്ടാകില്ല. ഫ്യൂച്ചറിൽ നമുക്ക് ബിയറസിനെ കുറിച്ചും അതുപോലെ തന്നെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ഗോഡ്സിനെ കുറിച്ചും ഒക്കെ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഡ്രാഗൺ ബോൾ സീരീസിൽ ഉണ്ടെങ്കിൽ അതും മറക്കാതെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.